ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കൂവ ഹൽവയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കൂവപ്പൊടി എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് ഇട്ടുണ്ടായിരുന്നു. ഈ മാസത്തിൽ നമ്മൾ ഈ 2020 ജനുവരി തുടങ്ങിയ പിന്നെ നമ്മൾ ഒറ്റ റെസിപ്പികളും ഇട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ റെസിപ്പി ഇടുമ്പോൾ ആർക്കും നമ്മളെ റെസിപ്പികളൊന്നും ഒരു ആവശ്യമില്ല. ഒക്കെ എല്ലാവരും ലേഹ്യത്തിന്മേലാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അന്വേഷണത്തിലാണ് കേട്ടോ. അത് കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും നിങ്ങൾ എന്നെ മറക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ റെസിപ്പി ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കൂവപ്പൊടി തയ്യാറാക്കിയപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ കൂവപ്പൊടി കൊണ്ട് പായസം മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, വേറെ കൂവ കൊണ്ടുള്ള റെസിപ്പീസ് തയ്യാറാക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹൽവയാണ് തയ്യാറാക്കിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കുമ്പോൾ വീഡിയോ ഫുള്ള് കാണണം. നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റ് പറയുന്നതിൽ അവസാനമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നെയ്യ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം, കാരണം ഇതിൽ തന്നെയാണ് നമ്മൾ ഹൽവ തയ്യാറാക്കണേ. അപ്പോൾ നമുക്കിത് മുമ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ. ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളൂ. ഇത്ര നാളികേര കൊത്ത് എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊന്നും മസ്റ്റ് അല്ല, നമുക്ക് ഉണ്ടെങ്കിൽ ചേർക്കാന്ന് മാത്രം, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എള്ള് ചേർത്തത്. അതുപോലെ ഇത് നമുക്ക് വറുത്തെടുക്കണ്ട കേട്ടോ. അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നാളികേര കൊത്തും മാത്രം വറുത്തെടുത്താൽ മതിയോ. അപ്പം നമുക്ക് മുമ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരമാണ് മുമ്പ് ആയി വരേണ്ടത് കേട്ടോ. അതുപോലെ എള്ളും നമുക്ക് വറുത്തെടുക്കാം, അത് അവസാനം ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. അപ്പം നമുക്കൊരു 3/4 കപ്പ് കൂവപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് മെഷർമെൻറ്റ് കപ്പ് ഉണ്ടല്ലോ, ഈ മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ്, ഇത് 1/2 കപ്പാണ്, പിന്നെ ഒരു 1/4 കപ്പും കൂടി. അപ്പോൾ ഏകദേശം ഒരു 12 ടേബിൾ സ്പൂൺ വരും. അത് നമുക്ക് നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി കലക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ നെയ്യ് ഉണ്ടല്ലോ, ബാക്കി ഇതിനകത്തുണ്ട്. അതുപോലെ കുറച്ച് എള്ളൊക്കെ ഇതിനകത്ത് നമുക്ക് എടുക്കാണ്ട് പോയിന്റ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിനകത്ത് കിടന്ന് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കാരണം അങ്ങനെ കിടന്നുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. പിന്നെ നമുക്ക് എടുക്കേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാനൊരു 8 ബെല്ലം ശർക്കര എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെല്ലാണ്. അപ്പോൾ ശർക്കരയുടെ ഒരു അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റില്ല, വലിപ്പത്തിനനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 8 ബെല്ല അത്യാവശ്യം വലിപ്പമുള്ള ശർക്കര ബെല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 8 ബെല്ല ശർക്കര എന്ന് പറഞ്ഞല്ലോ, മധുരത്തിനനുസരിച്ച് നമുക്ക് നോക്കാം എത്രത്തോളം വേണം എന്നുള്ളത് കേട്ടോ. പിന്നെ ഇതിനകത്തുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പായസത്തിന് ആദ്യം പറയണ്ടായിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണിനോ 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതായത് ഈ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ആകുമ്പോൾ നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഹൽവ തയ്യാറാക്കുമ്പോൾ അത്രയ്ക്ക് വേണ്ട, നമുക്ക് 1 ഗ്ലാസ് വെള്ളം എന്നൊരു കണക്ക് മതി. അതായത് 12 ടേബിൾ സ്പൂൺ ആകുമ്പോൾ 12 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. പക്ഷെ നമുക്ക് 10 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും ഏകദേശം കേട്ടോ. അതിച്ചിട്ട് തീരെ കുറയ്ക്കരുത്, കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂവയുടെ ടേസ്റ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായുടെ പൊടി ചേർക്കാം, പക്ഷെ അതൊരു പായസത്തിന്റെ ടേസ്റ്റിലേക്ക് മാറും. അപ്പോൾ അത് കാരണം ഞാൻ ഏലക്കായ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് നാളികേരം എന്ന് പറഞ്ഞാൽ ഞാൻ 1.5 നാളികേരം, അതായത് 1 നാളികേരം പിന്നെ 1/2 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് അഴിച്ചെടുത്താണ്. നല്ല തിക്ക് പാലാണിത്, ഏകദേശം 3/4 ഗ്ലാസ് ഉണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചെടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ ബാക്കി പാല് ഇതുപോലെ വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തതാണ്. അതിൽ 1 ഗ്ലാസ് പാലിലാണ് ഞാൻ ഈ കൂവപ്പൊടി നന്നായിട്ട് കലക്കിയതിന് ശേഷം അരിച്ച് ഒഴിച്ചതാണ്. അതായത് കട്ട കെട്ടാതെ തന്നെ അരിച്ചൊഴിക്കുക. ഇനി ബാക്കിയുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് അളന്നൊഴിക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ 1 ഗ്ലാസ് ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചിട്ട് അവസാനം പറയാം എത്രത്തോളം ഒഴിച്ചു എന്നുള്ളത് കേട്ടോ. ശർക്കര പാനി ഞാൻ എന്തായാലും 2 ഗ്ലാസ് 2.5 ഗ്ലാസ് ശർക്കര പാനി ഉണ്ട്.
2.5 ഗ്ലാസ് ഒഴിച്ചു. ഇനി ബാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2.5 ഗ്ലാസ് ശർക്കര പാനി ഒഴിച്ചു. 1 ഗ്ലാസ് മുമ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ 10 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 8 ഗ്ലാസ് ഒഴിച്ചപ്പോഴേക്കും അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് വെള്ളം എത്രത്തോണ്ട് വേണം എന്നുള്ളത് ഇപ്പോൾ 10 ഗ്ലാസ് ഒഴിക്കാൻ പറഞ്ഞു എങ്കിലും നമ്മൾ മുമ്പ് ഒരു 8 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ ഒരു പാകം നോക്കുക. ഇതേപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചൂടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ നമ്മൾ ഒരുപാട് പെട്ടെന്ന് തന്നെ കുറുകിയാലും നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. നല്ല വെള്ളത്തിൽ കിടന്ന് കുറച്ച് ടൈം നന്നായി ആയി വരുമ്പോഴാണ് ഹൽവയ്ക്ക് ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3/4 ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പം നമ്മൾ തീ ഓണാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം കൂവപ്പൊടി അടിയിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടിഞ്ഞു കൂടും. അപ്പോൾ അത് കാരണം ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ വെക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇത് പഞ്ചസാരയിൽ വേണമെങ്കിലും തയ്യാറാക്കാം. പഞ്ചസാര ആകുമ്പോൾ അത്ര ഹെൽത്തി ഇല്ല, അത് കാരണമാണ് നമ്മൾ ശർക്കര ഉപയോഗിക്കുന്നത്. പിന്നെ പഞ്ചസാരയാണ് വെച്ചെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ല മഞ്ഞ കളറിലുള്ള ഹൽവയൊക്കെ തയ്യാറാക്കാം. നമ്മൾ ഓൾറെഡി നല്ല ശർക്കര ആയ കാരണം തന്നെ കളറ് അത്ര ഇതായിട്ട് വരുന്നില്ല, ഈ ഒരു കളറിലൊക്കെ ഇനി വരുള്ളൂ. പിന്നെ നല്ല കറുത്ത ശർക്കരയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നല്ല കറുത്ത ഹൽവയൊക്കെ ആയിട്ട് വരും. ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ എള്ള് ചേർത്തേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കറുത്ത് കാണുമ്പോൾ ഒരു ഭംഗിയല്ല, അതിന് വേണ്ടി ചേർത്താണ്. അത് നിർബന്ധമൊന്നുമില്ല. കറുത്ത എള്ളും വെളുത്ത എള്ളും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി നമ്മൾ ഇളക്കി കൊടുക്കുക. ഇത് ഒരു വിധം ഒന്ന് കുറുകി വന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ ആദ്യത്തെ 1-ാം പാല് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അവസാന ടൈമിൽ കുറച്ച് നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യമേ നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാം. ഞാൻ ആദ്യം തന്നെ നെയ്യ് ചേർത്തത് ഇതിനു മുമ്പ് ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ ലേഹ്യത്തിൻ്റെ റെസിപ്പികളിൽ ഒരാൾ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ പൊട്ടിത്തെറിക്കില്ലേ, ആ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ഇത് ഒഴിവാക്കാൻ തുടക്കത്തിൽ എന്നെ നെയ്യ് ചേർത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനിതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, അത്ര പൊട്ടിത്തെറിക്കലൊക്കെ ഒന്ന് കുറവുണ്ട്. അപ്പം അത് കാരണമാണ് ഞാൻ ഇത് ചെയ്തത്. നമുക്ക് ഇപ്പോൾ കാണാം എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. ആദ്യമേ നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അന്ന് ഞാൻ അതിന് ശേഷം ലേഹ്യം തയ്യാറാക്കിയിട്ടില്ല. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യല്ലോ. അപ്പോൾ അതിന് ശേഷം ലേഹ്യങ്ങളൊന്നും തയ്യാറാക്കിയിട്ടില്ല. ഇതുപോലെ വേറെ എന്തോ ഹൽവ അങ്ങനെ എന്തോന്ന് തോന്നുന്നു ഞാൻ തയ്യാറാക്കിയപ്പോൾ അത്ര കുഴപ്പമില്ലാതെ അങ്ങനെ പൊട്ടിത്തെറി വല്ലാണ്ട് ഉണ്ടായിരുന്നില്ല. എന്നാലും ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നെയ്യിൻ്റെ കുറവ് കാരണമെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചത് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഒരുവിധമൊക്കെ അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ തമ്പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ അത്യാവശ്യത്തിന് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്കിപ്പോൾ ഹൽവയുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, നല്ലോണം കട്ടിയായി വരണം. അതിന് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ നാളികേരം പാലിൻ്റെയൊക്കെ എണ്ണ തെളിഞ്ഞ്, ഹൽവയുടെ മുകളിലൊക്കെ നമുക്ക് എണ്ണയുടെ ഒരു ഇത് കണ്ടിട്ടില്ലേ, അതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ ഒരുപാട് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ ലേഹ്യമൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തന്നെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അവസാനം എണ്ണ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത്രയ്ക്ക് ആയി വരരുത്. അത് കാരണം നമ്മൾ ആദ്യം തന്നെ അത്യാവശ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നെയ്യ്. ഇനി ഇതൊന്ന് നന്നായി കുറുകി വരുന്ന സമയത്തിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുക. അത്രമാത്രം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി ഈ നാളികേരം പാലിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നോളൂ. ഇനി നമ്മൾ തുടരെ ഇളക്കി കൊടുക്കണം. കൈ ഇടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ ഹൽവയ്ക്ക് അത്ര ടേസ്റ്റും ഉണ്ടാവില്ല, കാരണം ഭംഗി ഉണ്ടാവില്ല സെറ്റായി വരുമ്പോൾ. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി വേറെ പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. ഇനി നിങ്ങൾക്ക് ഏലക്കായുടെ പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് കൂവയുടെ ഹൽവ തയ്യാറാക്കുമ്പോൾ
ഒരുപാട് കട്ടിയാക്കൊന്നും വേണ്ട. പക്ഷെ നമുക്കിത് കുറച്ച് ദിവസത്തേക്ക് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതിലത്തെ വെള്ളം എല്ലാം പോകണം. ഇങ്ങനെ ഈ തിളയ്ക്കുന്ന ഇതൊക്കെ പോയിട്ട് നമുക്ക് ഈ പാനിന്ന് വിട്ട് കിട്ടുന്ന പാകമാണ്. ഇപ്പം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സാധാരണ തന്നെ നമ്മൾ ഇത്തിരി വെള്ളം കുറവായിട്ട് പായസം തയ്യാറാക്കുമ്പോൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ പീസായിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അത് അപ്പം മാത്രമാണ് പറ്റുക. 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് എടുത്ത് വെക്കണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൽവയുടെ ഒരു പാകം ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാനിന്ന് വിട്ട് വരുന്ന ഒരു പാകമായി വരണം. അതിലത്തെ വെള്ളം എല്ലാം മാറി എണ്ണ തെളിഞ്ഞ് അതുപോലെ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് നന്നായി ആയി വരുമ്പോൾ മാത്രമേ നമുക്ക് ഹൽവയുടെ ഒരു പാകമായി വരുള്ളൂ. ഇനി നമുക്ക് കുറച്ച് നെയ്യ് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കുറച്ച് നാളികേരം വറുത്തത് ഇതിനകത്ത് ചേർക്കാം. കാരണം അതിൻ്റെ ഇടയിലൊക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടയിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത്ര ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി വെച്ചിരിക്കുക. ഇപ്പം നമ്മുടെ ഹൽവ ഒരുവിധം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. കാരണം ഈ പാനിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. ഇപ്പം നമ്മളിത് സെറ്റ് ആവാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കമത്തുമ്പോൾ ബാക്ക് സൈഡിൽ നല്ല അത്യാവശ്യം അതിന് ഉള്ളിൽ തന്നെ അത്യാവശ്യം നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര മതി. ഇനി നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് മാറ്റാൻ പാടുള്ളൂ. അപ്പോഴാണ് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി നന്നായി തണുവാണ്. ഇപ്പം നമ്മുടെ ഹൽവ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മോൾഡ് ചെയ്തെടുക്കാവുന്ന. ഇപ്പം നമ്മൾ സാധാരണ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സാധാരണ ആയാലും നമ്മൾ കൂവ കുറുക്കിയത് ഇതേപോലെ ആക്കിയിട്ട് വെച്ചിങ്ങനെ കട്ടായിട്ട് വരും. പക്ഷെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് 1-2 ദിവസത്തേക്കൊക്കെ അങ്ങനെയാണെന്നുണ്ട് വെച്ചിങ്ങനെ, അല്ല നമ്മൾ അപ്പം തന്നെ കഴിക്കുകയാണെന്ന് വെച്ചിങ്ങനെ ഇതേപോലെ ഒരുപാട് ടൈം നിങ്ങൾ എടുക്കണം എന്നില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഹൽവ നമ്മൾ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സോഫ്റ്റ്നെസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കൂവ ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളവരാണെന്ന് വെച്ചെങ്കിൽ ഇതിന് നല്ല സോഫ്റ്റ്നെസ് തന്നെ ഉണ്ടായിരിക്കും. അതിലൊരു സംശയമില്ല. നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതിപ്പോൾ മറ്റേതായാലും കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടി സ്റ്റോർ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കൂവ കൊണ്ടുള്ള ഇതുപോലെയുള്ള ഹൽവ, അപ്പോൾ നമ്മൾ മറ്റേ ഹൽവയുടെ അതേ ടേസ്റ്റ് ഒന്നും ഞാൻ പറയില്ല, എന്നാലും അതേപോലെ തന്നെ നല്ല നമുക്ക് സ്റ്റിക്കി ആയിട്ട് കണ്ടില്ലേ, നോൺ സ്റ്റിക്കിയാണ്. നല്ല അടിപൊളി ഹൽവ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.